56 ദിവസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും കൊണ്ട് ആദർശനത്തിന്റെ പേരിൽ തടവറയിലേക്ക് ഉറച്ച കാൽവയ്പുകളോടെ കടന്നു ചെന്ന ഒരു സ്ത്രീയെ ചരിത്രത്തിലുണ്ടാവുകയുള്ളൂ. മലയാള നാടിന്റെ അഭിമാനമായ AV കുട്ടിമാളു അമ്മയാണത്. സ്നേഹവാത്സല്യങ്ങളുടെയും ഇച്ഛാശക്തികളുടെയും കരുത്തിന്റെയും പര്യായമായി ചരിത്രത്തിൽ വീരോഹിതിഹാസങ്ങൾ എഴുതി ചേർത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരിനൊപ്പം നമ്മൾ എന്നും വായിച്ചിട്ടുണ്ട് AV കുട്ടിമാളു അമ്മ എന്ന പേര്. ആത്മവീര്യത്തിന്റെ ഈ പെൺനാമം പാലക്കാട് ആനക്കര വടക്കത്ത് തറവാട്ടിൽ മാധവിയമ്മയുടെയും പെരുമ്പിലാവിൽ ഗോവിന്ദമേനോന്റെയും മകളായി 1905 ഏപ്രിൽ 23 കുട്ടിമാളു അമ്മ ജനിച്ചത്. 6ാം ക്ലാസ് വരെ മാത്രം പഠിച്ച കുട്ടിമാളു ജീവിതത്തിന്റെ കളരിയിലാണ് അറിവുകൾ സ്വായത്തമാക്കിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം രൂപപ്പെടുത്തിയ അവരുടെ വ്യക്തിത്വം വളരെ സവിശേഷത നിറഞ്ഞതായിരുന്നു. ഗാന്ധിയൻ ആദർശങ്ങളിലാണ് അവർ തന്നെ വാർത്തെടുത്തത്. ഔപചാരിക വിദ്യാഭ്യാസമില്ലാത്ത കുട്ടിമാളു അമ്മ ബഹുഭാഷാ പണ്ഡിതയായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളില് ഭംഗിയായിട്ട് എഴുതുവാനും പ്രസംഗിക്കുവാനും അവർക്ക് വശമുണ്ടായിരുന്നു. കന്നഡ ഭാഷയിലും പ്രായോഗിക പരിജ്ഞാനമുണ്ടായിരുന്നു. 20കളിലാണ് അവര് സമരമുഖത്തേക്ക് നിർഭയയായിട്ട് ഇറങ്ങിയത്. 1925 സ്വാതന്ത്ര്യ സമര പോരാളി കോഴിപ്പുറത്ത് മാധവ മേനോനുമായുള്ള അവരുടെ വിവാഹം. ജീവിത വീക്ഷണങ്ങളിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലും സമാനത പുലർത്തിയിരുന്ന ദമ്പതിമാർ കുടുംബജീവിതത്തെക്കാൾ വ്യാപരിച്ചത് സാമൂഹിക പരിവർത്തന ജ്ഞാനങ്ങളിലും സ്വാതന്ത്ര്യ രാഷ്ട്ര നിർമ്മിതിക്കുള്ള പോരാട്ടത്തിലുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിസ്സഹകരണവും നിയമലംഘനവും നടത്തുന്നതിന് മുൻനിരയിൽ നിന്ന് ഇരുവർക്കും മുന്നിൽ ജയിൽ എപ്പോഴും തുറന്നു കിടന്നിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമാകുവാൻ മലബാറിലെ സ്ത്രീകൾ വീരോചിതമായിട്ട് രംഗത്ത് വന്നൊരു കാലം. വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിനും ഖാദി പ്രചാരണത്തിനും സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയ കാലം. തല്ലുകൊള്ളാനും തടവറയിൽ പോകുവാനും മടിയില്ലാത്ത സ്ത്രീകളുടെ നേതാവായി കുട്ടിമാളു അമ്മ സമരരംഗത്ത് ആഞ്ഞടിക്കുകയായിരുന്നു. കോഴിക്കോട്ടെ മഹിളാ സംഘത്തിൽ സജീവമായിരുന്നു അവർ. സ്വദേശി പ്രചാരകയും ഖാദി പ്രചാരകയുമായിരുന്നു. സിവിൽ നിയമലംഘന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ജയിലിൽ പോകുവാൻ കുട്ടിമാളു അമ്മയുടെ നെഞ്ചോട് ചേർന്ന് 56 ദിവസം പ്രായമുള്ള ഒരു മകളുമുണ്ടായിരുന്നു. 2 വർഷം വരെ അന്ന് ജയിൽവാസം അനുഭവിച്ചു. സിവിൽ നിയമലംഘന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അവരെ ജയിലിലേക്ക് അയക്കുമ്പോൾ കൈക്കുഞ്ഞിനെ കൂടെ അയക്കുവാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അനുമതി നിഷേധിച്ചു. എന്നാൽ 6 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകാൻ ജയിൽ ചട്ടങ്ങളിൽ വകുപ്പുണ്ടെന്ന നിയമവശം വാദിച്ചുകൊണ്ട് അവർ കുഞ്ഞിനെ തടവറയിലേക്ക് ഒപ്പം കൂട്ടുക തന്നെ ചെയ്തു. 1932 അത്. തുടർന്നും ജയിൽ അഴികൾക്കുള്ളിൽ എത്തിക്കുന്ന സമര പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായതിൽ കുട്ടിമാളു അമ്മ ജയിലിൽ കിടന്നത് 5 വർഷത്തോളമാണ്. ജയിലിൽ വെച്ചാണ് അവർ സഹതടവുകാരിൽ നിന്ന് പല ഭാഷകളും പഠിച്ചെടുത്തത്. 36ലെ മദിരാശി തിരഞ്ഞെടുപ്പിൽ മലബാറിലെ അർബൻ സീറ്റിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമനിർമ്മാണ സഭയിലെ അവരുടെ പ്രവർത്തനങ്ങളെ C. രാജഗോപാലാചാരിയും K. കാമരാജുവുമൊക്കെ മുക്തകണ്ഠം പ്രശംസിച്ചിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഗാന്ധിജി നിയോഗിച്ചവരിൽ ഒരാൾ കുട്ടിമാളു അമ്മയായിരുന്നു എന്നറിയുമ്പോഴാണ് അവരുടെ വ്യക്തി പ്രഭാവവും കർമ്മവിശുദ്ധിയും എത്ര ഉത്കൃഷ്ടമായിരുന്നുവെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചപ്പോഴും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ അവരുമുണ്ടായിരുന്നു. മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ കുട്ടിമാളു അമ്മ അതിന്റെ പ്രസിഡന്റായി മാറി. ഭർത്താവ് മാധവ മേനോൻ KPCC പ്രസിഡന്റായ കാലത്ത് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അവർ നിർണായക പങ്ക് തന്നെയാണ് വഹിച്ചിരുന്നത്. മാധവ മേനോൻ മദിരാശിയിൽ മന്ത്രിയായിരുന്ന കാലത്ത് കുട്ടിമാളു അമ്മ തമിഴ്, തെലുങ്ക്, കർണാടക പ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ചിരുന്നു. സിവിൽ നിയമലംഘനത്തിന് ശേഷം KPCC കോഴിക്കോട്ട് സമ്മേളിച്ചത് കുട്ടിമാളു അമ്മയുടെ അധ്യക്ഷതയിലായിരുന്നു. കോഴിപ്പുറത്ത് മാധവ മേനോനെ വിവാഹം ചെയ്തപ്പോൾ കുട്ടിമാളു അമ്മ വരിച്ചത് കോൺഗ്രസ് ആദർശങ്ങളെ കൂടി ആയിരുന്നുവെന്ന് സഹയാത്രികർ പറയുന്നുണ്ട്. പ്രസ്ഥാനത്തോട് അത്രമേൽ കൂറു പുലർത്തിയിരുന്ന അവർക്ക് ഗാന്ധിജിയും നെഹ്റു കുടുംബവും ഒക്കെ ആയി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയെ ഹിന്ദുവെന്ന് വിളിക്കാൻ വരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന അടുപ്പം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാലത്ത് കുട്ടിമാളു അമ്മയെ അഖിലേന്ത്യാ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി നിയോഗിച്ചിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നി സമാനം ജ്വലിച്ച കുട്ടിമാളു അമ്മ ആ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ ജീവകാരുണ്യ രംഗത്ത് തന്റെ ശ്രദ്ധ പതിപ്പിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അനാഥ മന്ദിരത്തിന്റെ സ്ഥാപകയായ അവർ ബാലമന്ദിരം, കുഷ്ഠരോഗികളുടെ അഭയകേന്ദ്രം എന്നിവയ്ക്ക് പിന്നിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. എവിടെ യാത്ര പോകുമ്പോഴും അവരുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അതിൽ നൂല് നൂൽക്കുന്നതിനുള്ള പഞ്ഞിയും തക്ലിയും തുന്നൽ വേലയ്ക്കുള്ള തുണിയും സാമഗ്രികളും പുസ്തകങ്ങളും കുട്ടികൾക്കുള്ള മിഠായികളുമായിരുന്നു. 1985 ഏപ്രിൽ 14 കുട്ടിമാളു അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്.